ഇന്ന് രാത്രി ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സൈനിക സംവിധാനങ്ങളെ പൂർണ്ണമായും തകർത്തെറിയും. വെനസ്വേലയിൽ നടത്തിയതിന് സമാനമായ സൈനിക നീക്കം നടത്തും. ഖർഗ് ദ്വീപ് ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപാദന സംവിധാനങ്ങൾ വൈകാതെ പിടിച്ചെടുക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഐസൺ ജോസ് ചേരുന്നു. വിശദാംശങ്ങളുമായി ഐസൺ പറയൂ. രോഹിണി, തീർച്ചയായും ഏറ്റവും ഗൗരവമേറിയൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് രാത്രി അതിശക്തമായ ആക്രമണം ഇറാനിൽ നടക്കുമെന്നൊരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഏറ്റവും നിർണായകമായൊരു പരാമർശം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇറാൻ്റെ എണ്ണ ഹബ്ബ് എന്ന് വിളിക്കാവുന്ന ഖർഗ് ദ്വീപ് വൈകാതെ ഇന്നല്ലെങ്കിൽ വൈകാതെ തന്നെ അത് അധികം താമസിയാതെ പിടിച്ചടക്കുമെന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ദി ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് നിർണായകമായ പല കാര്യങ്ങളും അദ്ദേഹം പരാമർശിക്കുന്നത് വ്യോമ സംവിധാനങ്ങളും അതുപോലെ തന്നെ നാവിക സംവിധാനങ്ങളെല്ലാം തന്നെ, നിലവിലെ സംവിധാനങ്ങളെല്ലാം തന്നെ, അതുപോലെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്തെറിയുകയും സ്വാഭാവികമായും വെനിസ്വേലയിൽ നടന്നതുപോലുള്ള ഒരു നീക്കം നടത്തുമെന്നുമാണ് പറയുന്നത്. അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. തീർച്ചയായും വെനിസ്വേലയിൽ നടന്ന നീക്കം എന്ന് പറയുന്നത് അവിടെ വെനിസ്വേലയുടെ ഭരണാധികാരിയെ പിടികൂടി രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും എണ്ണ നിക്ഷേപങ്ങൾ മുഴുവൻ കൈവശപ്പെടുത്തുകയും ചെയ്ത ഒരു രീതിയായിരുന്നു വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയത്. അതേ നീക്കം തന്നെ ഇവിടെയും നടത്തുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇന്ന് രാത്രി ഏറ്റവും നിർണായകമായ നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയും അല്ലെങ്കിൽ ഇന്നലെ രാത്രിയുമൊക്കെ തുടർച്ചയായ ആക്രമണം നടന്നിരുന്നു. ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും 18ഓളം അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് തിരിച്ച് ആക്രമണം നടത്തുന്ന നീക്കവും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ട ചില വസ്തുതകളുണ്ട്. പല സമയത്തും ഇത്തരത്തിലുള്ള നിർണായകമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിർണായകമായ പ്രഖ്യാപനങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും മറ്റു നടപടികളിലേക്ക് നീങ്ങാതെ പുലർച്ചെ ആ കാര്യം പിൻവലിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരിത്രത്തിൽ അത്തരം ഇടപെടലുകൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് രാത്രി അതിശക്തമായ ആക്രമണം നടത്തും. ഖർഗ് ദ്വീപ് പിടിച്ചടക്കും. സൈനിക സംവിധാനങ്ങളെ പൂർണ്ണമായും ഇറാൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആ മേഖലകളെല്ലാം തന്നെ തകർത്തെറിയുമെന്നും വെനിസ്വേലയിലെ സമാനമായ നടപടി ഉണ്ടാകുമെന്നും അറിയിക്കുമ്പോൾ അത് ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് IRGC ആണ്. ഈ ആക്രമണങ്ങൾക്കൊക്കെ നേരിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സംവിധാനം. അതുകൊണ്ട് തന്നെ ഈ IRGCയുടെ വരുമാന മാർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ എണ്ണ വിൽപ്പന. അതായത് ഖർഗ് ദ്വീപിലെ ഉൾപ്പെടെ എണ്ണ വിൽപ്പനയിൽ നിന്നാണ് IRGC വൻതോതിൽ പണം സമ്പാദിക്കുകയും ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ നടപടികൾ ഇല്ലാതാക്കുക എന്നതാണ് കൃത്യമായ ട്രംപിൻ്റെ നീക്കമെന്നാണ് ഇതിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.